പടത്തിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ അസുമ സെൻസായി കാണിക്കുന്നു. ആളൊരു കല്ലറയുടെ മുൻപില് ഇപ്പൊ സിഗരറ്റ് കത്തിച്ച് അങ്ങനെ നിൽക്കാണ്. അസുമ മാസ്റ്റർ ആ ഒരു കല്ലറയിലേക്ക് നോക്കി ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. കട്ട് ചെയ്താ ഇപ്പൊ വലിയൊരു യുദ്ധത്തില് ഇപ്പൊ ഒരുപാട് പേർക്ക് പരുക്ക് പറ്റി അങ്ങനെ കിടക്കാണ്. അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒത്ത നടുക്കായിട്ട് ഇപ്പൊ അസുമ സെൻസായി ആ ഒരു യുദ്ധത്തില് ലീഫ് വില്ലേജ് ജയിച്ചോ തോറ്റോ എന്നൊന്നും കാണിക്കുന്നില്ല. അപ്പൊ അതേ സമയത്ത് ഇവിടെ തേർഡ് ഹൊക്കാഗെ ആവട്ടെ ലീഫ് വില്ലേജിന്റെ ഗേറ്റിന് മുൻപിൽ നിന്ന് ദൂരത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പൊ ആസ്മ സെൻസായി ടീമും അവിടേക്ക് കടന്നു വരും. ഹൊക്കാഗെ ദൂരത്ത് വെച്ച് തന്നെ കാണുമ്പോ ആസ്മ സെൻസായി ഹൊക്കാഗെ നോക്കി ചിരിക്കും. പക്ഷെ ഹൊക്കാഗെ അത് മൈൻഡ് പോലും ചെയ്യാതെ മുഖം തിരിച്ചു നിൽക്കും. അത് കാണുമ്പോ ഇപ്പൊ ആസ്മ സെൻസായിക്ക് ഒരുപാട് വിഷമാവും. യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാ ഷിനോബീസും അവിടെ ഇരുന്ന് കരയാണ്. കാരണം ഒരുപാട് പേര് ആ ഒരു മഹായുദ്ധത്തില് അവിടെ കൊല്ലപ്പെട്ടു. അവരുടെ കല്ലറയുടെ മുൻപിലാണ് ഇപ്പൊ അസുമ സെൻസായി അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഫ്ലാഷ് ബാക്കിൽ വീണ്ടും തേർഡ് ഹൊക്കാഗെ ആവട്ടെ ഇപ്പൊ ഒരു സ്ക്രോൾ തുറന്ന് വായിക്കുകയാണ്. ഫ്യൂഡൽ ലാർഡിന്റെ ജീവൻ രക്ഷിച്ചതിന് നിങ്ങളോട് എനിക്ക് തീർത്താ തീരാത്ത നന്ദിയുണ്ട്. ഹൊക്കാഗെ അത് വായിച്ച് വീണ്ടും ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോ ഇവിടെ അസുമ മാസ്റ്റർ ഹൊക്കാഗെ പറഞ്ഞതനുസരിച്ചാണ് ഫ്യൂഡൽ ലാർഡ് കിങ്ങിനെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് സേഫ് ആക്കിയത്. ഇനി കുറച്ചെങ്കിലും മര്യാദ എനിക്ക് തന്നൂടെ? ഇനിയെങ്കിലും ഒരു മനുഷ്യനായിട്ട് എന്നെ കണ്ടൂടെ? ശരിയാണ്, ഈ ഒരു യുദ്ധത്തില് നമ്മുടെ ഷിനോബീസ് ഒരുപാട് പേര് മരിച്ചുപോയി. പക്ഷെ അങ്ങേ ഏൽപ്പിച്ച മിഷൻ അത് ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തില്ലേന്ന് ചോദിക്കുമ്പോ അതിന് ഹൊക്കാഗെ പറയും, നിനക്കിപ്പോഴും ദ റിയൽ കിങ് അതാരാണെന്ന് അറിയില്ല. ഒരു കാലത്ത് അതാരാണെന്ന് നീ തിരിച്ചറിയും. ആസുമയ്ക്ക് കലി കയറി അവൻ അവിടുന്ന് ഇറങ്ങിപ്പോവും. അവൻ ഇറങ്ങിപ്പോവാൻ നേരത്ത് ഇപ്പൊ നിലവിളിച്ചു പറയും, എന്നെ നിങ്ങളൊരു മനുഷ്യനായിട്ട് കാണില്ലല്ലേ? നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ അതുപോലെ ചെയ്തില്ലേ? എന്നിട്ട് എപ്പോഴും എനിക്ക് കുറ്റം മാത്രം ബാക്കിയെന്ന് പറഞ്ഞ് അവൻ വാതിൽ വലിച്ചടച്ച് അവിടുന്ന് പുറത്തേക്ക് പോകും. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റില് ആസ്മ സെൻസായി പറയും, എനിക്കിപ്പോഴാണ് പപ്പ പറഞ്ഞത് എല്ലാം മനസ്സിലായത്. എന്നോട് ക്ഷമിക്കണം. അന്ന് എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ ഗ്രാമം വിട്ട് പോയതെന്ന് പറഞ്ഞ് അവൻ ആ സിഗരറ്റ് അത് താഴേക്കിടും. ഇവിടെ മറ്റൊരു വശത്ത് ഇപ്പൊ കൊനഹമാരും ടീമും അവരും കമ്പും വിറകും അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്ത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാണ്. അപ്പൊ കൊനഹമാരുവിന്റെ ടീമിലുള്ള മറ്റൊരുത്തം പറയും, നമുക്കിനി കുറച്ചു നേരം ബ്രേക്ക് എടുക്കാം, ഞാൻ ടയർഡാണ്, എന്നെ കൊണ്ടിനി പറ്റില്ല. അതിന് കൊനഹമാര് പറയും, നമ്മളെപ്പോലുള്ള മറ്റുള്ളവര് ഈ ഗ്രാമത്തിനു വേണ്ടി അവരുടെ ജീവൻ പോലും കൊടുക്കുകയാണ്. അത് വെച്ച് നോക്കുമ്പോ നമ്മളിപ്പോ ചെയ്യുന്നത് എത്രയോ നിസ്സാരമാണ്. അതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് ഇത്രയും മടിയാണോ എന്ന് ചോദിക്കുമ്പോ ഇറൂക്ക സെൻസായി അത് കേട്ട് ഇപ്പൊ ഒരുപാട് സന്തോഷിക്കും. ഈ ജനറേഷനിലെ കുട്ടികള് അവര് ശരിക്കും സ്മാർട്ടാണ്. കട്ട് ചെയ്ത ഹൊക്കാഗെ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന സർവ്വ ഫയൽസും കൂട്ടിയെടുത്ത് അതിൽ അറഞ്ചം പൊറഞ്ചം സീൽ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ഫയലിലും ഇപ്പൊ സീൽ വെച്ചതിന് ശേഷം ഹൊക്കാഗെ വീണ്ടും ചോദിക്കും, ഇനിയും ഫയലുകൾ എടുക്ക്, എനിക്ക് സീൽ വെക്കാൻ ഇപ്പൊ മുട്ടി നിൽക്കുകയാണ്. അതിന് അസിസ്റ്റന്റ് ചേച്ചി പറയും, ഇനി സീൽ വെക്കാൻ ഈ ഗ്രാമത്തില് ഫയലുകളൊന്നും ബാക്കിയില്ല, വേണമെങ്കിൽ അടുത്ത ഗ്രാമത്തിൽ നിന്ന് നമുക്ക് പാട്ടം എടുക്കാന്ന് പറയും. അതിന് ഹൊക്കാഗെ ആന്റി ദേഷ്യപ്പെട്ട് ഇപ്പൊ ചായ കുടിക്കും. അതിന് അസിസ്റ്റന്റ് ചേച്ചി ഇപ്പൊ ഹൊക്കാഗെ പൊക്കി അടിക്കാൻ തുടങ്ങും. മാഡം ഇപ്പൊ പഴയതുപോലെയല്ല, മാഡത്തിന്റെ സ്പീഡ് അത് റോക്കറ്റാണ്. ഇതെങ്ങനെ സാധിക്കുന്നു ചോദിക്കുമ്പോ ഹൊക്കാഗെ ആവട്ടെ ഇപ്പൊ ഫ്ലാഷ് ബാക്കില് അഡ്വൈസേഴ്സിനെ മീറ്റ് ചെയ്ത കാര്യം അവൾ ആലോചിക്കും. അഡ്വൈസർ പറയും, നിന്റെ മേശയില് ഇപ്പൊ ഒരുപാട് ഫയലുകള് അങ്ങനെ കെട്ടിക്കിടക്കാണ്. ഫിഫ്ത് ഹൊക്കാഗയുടെ ഈ ഒരു പൊസിഷന് നീ ഒട്ടും അർഹയല്ല. നിന്റെ ഓർഡറുകളും ആക്ഷൻസും എല്ലാം വളരെ സ്ലോ ആണെന്ന് പറഞ്ഞ് ഹൊക്കാഗയെ കളിയാക്കി അവര് കടന്നുപോകും. ഇവിടെ ഹൊക്കാഗയ്ക്കാണെങ്കിൽ അതൊക്കെ ഓർത്ത് ഇപ്പൊ ഒരുപാട് ദേഷ്യം വരും. എന്നെ കൊണ്ട് വയ്യ അവര് പറയും പോലെ ചെയ്യാൻ, ഞാൻ എന്റെ ഇഷ്ടത്തിന് മാത്രമേ ഈ രാജ്യം ഭരിക്കൂന്ന് പറഞ്ഞ് അവള് ദേഷ്യപ്പെട്ടിരിക്കുമ്പോ ഇപ്പൊ അസിസ്റ്റന്റ് ചേച്ചി പറയും, ഹൊക്കാഗയ്ക്ക് തരാനായിട്ട് ഒരു ലെറ്റർ ജിറയമാമനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹൊക്കാഗ ലെറ്റർ വാങ്ങി ഇപ്പൊ അങ്ങനെ വായിക്കാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ ഹോസ്പിറ്റലില് കുട്ടപ്പനും സായും റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. അവരുടെ നടുക്കിരുന്ന് ഇപ്പൊ സാക്കുര ആവട്ടെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ഇപ്പൊ രണ്ടുപേർക്കും കൊടുക്കും. സായ് ഇപ്പോഴും ലോകത്തെ അറിയാനായിട്ട് ഒരുപാട് ബുക്കുകൾ വായിച്ച് തള്ളിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ തൊട്ടപ്പുറത്ത് ഇപ്പൊ കുട്ടപ്പനാവട്ടെ തലമുണയെ കെട്ടിപ്പിടിച്ച് അറഞ്ചം പൊറഞ്ച് ഉമ്മ കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്നെ വിടൂ സാക്കുറ, എന്നെ ഉമ്മ വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ പുളകം കൊള്ളാണ്. അത് കേട്ട് സാക്കുറയ്ക്ക് കലിപ്പ് കയറി, അൺബിലീവബിൾ, നീ എന്നെ കുറിച്ചാണോ സ്വപ്നം കാണുന്നേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൾ ഒരു ആപ്പിൾ എടുത്ത് കുട്ടപ്പന്റെ വായിക്കകത്ത് കുത്തിത്തിരുകും. കട്ട് ചെയ്താ ഹൊക്കാഗെ ആവട്ടെ ആ ഒരു ലെറ്റർ വായിച്ച് ഒന്നും മിണ്ടാതെ ഗ്ലാസിന്റെ മുൻപിൽ പോയി നിൽക്കും. ആ സമയത്ത് അവളോട് കാക്കാഷി പറയുന്നത് പോലെ ലെറ്ററിൽ അവൾ വായിച്ച കാര്യം അത് ഓരോന്നായിട്ട് ഓർക്കാൻ തുടങ്ങും. അക്കാസ്കി മെമ്പേഴ്സ് ഇതിനോടകം 7 ഗ്രാമത്തില് ഇപ്പൊ 2 ടീമായി പോയി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. അവർ അവസാനമായിട്ട് ഇപ്പൊ ലാൻഡ് ഓഫ് ഫയറിനെയാണ് ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹൊക്കാഗെ പേടിച്ചു വരച്ച് അക്കാസ്കി മെമ്പേഴ്സ് അവരൊടുവില് അവരുടെ ലക്ഷ്യത്തിലേക്ക് ഇപ്പൊ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ആ ഒരു 2 ടൈൽ മോൺസ്റ്ററിന്റെ പവറുള്ള
ആ ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു. അവളുടെ മുന്നിലായിട്ട് ആ 2 അക്കാസ്കി മെമ്പേഴ്സ് അവരങ്ങനെ നിൽക്കാണ്. അപ്പൊ അതിലൊരുത്തൻ പറയും ആദ്യം പ്രേയർ കംപ്ലീറ്റ് ചെയ്യണം, എന്നാലും മാത്രമേ ഇവളെ കൊല്ലാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോ അതിന് മറ്റവൻ ദേഷ്യപ്പെട്ട് പറയും പ്രേയർ ചെയ്തോണ്ടിരുന്ന അവളുടെ പാട്ടിന് പോവും, പിന്നെ അവളെ പിടിക്കാൻ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് കണ്ട് ആ പെണ്ണ് ചിരിക്കും. അവള് പറയും നിങ്ങൾ എന്നെയല്ല മറിച്ച് ഞാൻ നിങ്ങളെയാണ് ഇപ്പൊ ട്രാപ്പ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് അവളൊരു ജിപ്സ് ഉപയോഗിച്ച് ആ ഒരു വലിയ ഗുഹ അതൊരു കല്ല് വെച്ച് അടയ്ക്കും. അപ്പൊ അതില് ഹീഡൻ എന്ന് പേരുള്ള ഒരുത്തൻ പറയും ഇവള് നമ്മളെയല്ല മറിച്ച് നമ്മള് ഇവളെയാണ് കൊല്ലാൻ പോകുന്നതെന്ന് അവൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിന് കാഗസോ പറയും ഇനിയും സമയം കളയാനില്ല, നമുക്കിപ്പൊ തന്നെ അവളെ കൊല്ലാം. അതിലാ ഹീഡൻ എന്ന പേരുള്ളവൻ അവൻ എപ്പോഴും ജാസി എന്ന് പറയുന്ന ഒരു റിലീജിയനിലാണ് അടിയുറച്ച് വിശ്വസിക്കുന്നത്. അതിനെക്കുറിച്ച് മാത്രമായിരിക്കും അവൻ എപ്പോഴും സംസാരിക്കുക. അവളുടെ നിപ്പും ഭാവവും കണ്ട് ഇപ്പൊ ഹീഡൻ പറയും നീ ഇങ്ങനെ നോക്കി നിൽക്കണ്ട, നിന്റെ പവർ എടുത്ത് ഞങ്ങൾ അറ്റാക്ക് ചെയ്യ്. ഒട്ടനെ അവൾ ചാടി അവളുടെ 2 ടൈൽ മോൺസ്റ്ററിനെ ഇപ്പൊ പുറത്തേക്ക് എടുക്കുകയാണ്. അതിന്റെ പവർ അതൊരു ബ്ലൂ കളറായിട്ട് അവിടെ മുഴുവൻ സ്പ്രെഡ് ആവുമെങ്കിലും ആ 2 വില്ലന്മാർക്കും അത് കണ്ട് യാതൊരു കൂസലും ഉണ്ടാവില്ല. അവളുടെ പവർ അത് കൂടി വരുമ്പോ അവളിപ്പോ ഒരു സിംഹത്തെ പോലെ ആയിത്തീരും. അവൾ ചാടി വന്ന് ഇപ്പൊ ഹീഡനെ അടിച്ചു തെറിപ്പിക്കും. അവൻ തെറിച്ചു പോയി താഴെ വീഴും. പക്ഷെ അപ്പോഴും അവൻ അവളെ നോക്കി പരിഹസിച്ച് ചിരിക്കുകയാണ്. അവള് വായിലൂടെ ഇപ്പൊ തീ അവർക്ക് നേരെ തുപ്പും. അവര് രണ്ടുപേരും അവിടുന്ന് തെന്നി മാറും. ഹീഡൻ അവളെ കളിയാക്കിക്കൊണ്ട് പറയും ഓ നീ തീയൊക്കെ തുപ്പുവോ, നിന്റെ ആക്ഷൻ അത് അടിപൊളിയായിട്ടുണ്ട്. വില്ലൻ ചിരിക്കും ഞാനിപ്പോ ഒരു സിംഹത്തിന്റെ കൂട്ടിൽപ്പെട്ട മൊയലിനെ പോലെയാണ്, അയ്യോ എനിക്ക് പേടിയാവുന്നേന്നൊക്കെ പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും അവളെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. കട്ട് ചെയ്താ ഇപ്പൊ കാക്കാഷി ഹോസ്പിറ്റലിലേക്ക് വന്ന് നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഒരുപാട് മാറിപ്പോയി. അപ്പൊ കാക്കാഷിയുടെ പിന്നാലെ തന്നെ ഇപ്പൊ അസുമ മാസ്റ്ററും ഹോസ്പിറ്റലിലേക്ക് വരും. നീ ഇവിടെ ഉണ്ടായിരുന്നോ, എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നമുക്കൊന്ന് പുറത്തേക്ക് മാറി നിൽക്കാന്ന് പറഞ്ഞ് അസുമ സെൻസായി ഇപ്പൊ കാക്കാഷിയായിട്ട് പുറത്തേക്ക് പോകും. പുറത്തെത്തുമ്പോ ഇപ്പൊ അസുമ പറയും ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല, കുട്ടപ്പനും സാക്കുറയൊക്കെ ഗ്രാമത്തിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിന് കാക്കാഷി പറയും അവര് മാത്രമല്ല ഈനോ, ചോച്ചി, കിബ അവരും ഒരുപാട് കഷ്ടപ്പെട്ടു. ആട്ടെ നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ഇപ്പൊ കാക്കാഷി അവനോട് ചോദിക്കുമ്പോ അപ്പൊ അതേ സമയത്ത് ഇപ്പൊ കുറേണയും അങ്ങോട്ട് കടന്നു വരും. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ എവിടെയെല്ലാം അന്വേഷിക്കണം, നിങ്ങൾ ഇവിടെ ഇരിക്കണോ എന്ന് ചോദിച്ച് അവളിപ്പോ അവരുടെ തൊട്ടടുത്തേക്ക് വരും. അതുകൊണ്ട് ആസുമ പറയും ഞാൻ പറയാൻ വന്ന കാര്യം അത് ഞാൻ പിന്നീട് പറയാം, തൽക്കാലം ഞാൻ കുറേണയുടെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞ് മാസ്റ്റർ കുറേണയും കൂട്ടി അവിടുന്ന് മുൻപോട്ട് നടക്കും. കട്ട് ചെയ്ത കുട്ടപ്പൻ അവന്റെ ബോഡി മുഴുവൻ വീക്കായി അങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ആള് വെറുതെ ഇരിക്കാൻ റെഡിയല്ല. കുട്ടപ്പൻ എഴുന്നേക്കുന്നത് കാണുമ്പോ ഇപ്പൊ സാക്കുറ അവന് വഴക്ക് പറയും എനിക്ക് ഇനിയും പ്രാക്ടീസ് ചെയ്യണം, ഞാൻ ഇപ്പോഴും ഒരുപാട് വീക്കാണ്, പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് എനിക്ക് സാസുകയെ അവനെ തിരികെ പിടിക്കണം. അപ്പൊ കാക്കാഷി അകത്തേക്ക് വന്ന് കണ്ടോ ഇപ്പൊ ഞങ്ങള് നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, നിന്റെ ആവേശവും ആഗ്രഹമൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷെ ഇപ്പൊ നിനക്ക് വേണ്ടത് പ്രോപ്പർ റെസ്റ്റ് ആണ്. കാരണം ഇനി നിന്റെ പ്രാക്ടീസ് അത് വേറെ ലെവലാണ്. അത് നീ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല റെസ്റ്റ് എടുത്ത് നീ പഴയതുപോലെ ആവണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ കാക്കാഷി ആവട്ടെ ഹൊക്കാഗെയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യും. നീ തന്ന റിപ്പോർട്ട് അത് ഞാൻ മുഴുവൻ വായിച്ചു, പക്ഷെ കുട്ടപ്പനെ കൊണ്ട് ആ ഒരു ജിപ്സു അത് ചെയ്യാൻ സാധിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ പ്രാക്ടീസ് അത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും എന്ന് പറയുമ്പോ അതിന് കാക്കാഷി പറയും അവനെ കൊണ്ടത് കഴിയോ എന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷേ ഞാൻ ഉറപ്പായിട്ടും എന്നാൽ കഴിയും വിധം അതിനുവേണ്ടി ശ്രമിക്കും. കട്ട് ചെയ്ത ഒരു സർക്കിളില് ആ ഒരു ഹിഡൻ അവൻ അങ്ങനെ കിടക്കുകയാണ്. അവന്റെ സ്കിന്ന് അത് കറുപ്പിൽ നിന്ന് ഇപ്പൊ വെളുപ്പായിട്ട് മാറും. അവന്റെ മുൻപിലായിട്ട് ആ ഒരു മോൺസ്റ്റർ പെൺകുട്ടി അവള് വെട്ടിക്കേറി ഇപ്പൊ കൊന്നിട്ടിരിക്കുകയാണ്. അപ്പൊ കാഗസി വില്ലൻ പറയും നമ്മൾ ഓൾറെഡി ഇപ്പൊ 30 മിനിറ്റ് കഴിഞ്ഞു, ഇനിയും എത്ര നേരം ഇവളെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും? അതിനവൻ പറയും ഇനി അധിക നേരമില്ല, ഇപ്പൊ തന്നെ ഇവളുടെ കഥ കഴിയും. അപ്പൊ കാഗസ് പറയും നമ്മൾ ഇതിനോടകം എല്ലാ വില്ലേജിലും പോയി, ഇനി ഈ ഒരു വില്ലേജ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ് അവൻ ലീഫ് വില്ലേജ് ചൂണ്ടിക്കാണിക്കും. അതിന് കാഗസ് പറയും അതിന്റെ കൂടെ തന്നെ ലാൻഡ് ഓഫ് ഫയറിലേക്കും നമുക്ക് പോകണം. അങ്ങനെ അവര് രണ്ടുപേരും വമ്പം പ്ലാനൊക്കെ ഇടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.